പക്ക സ്പിരിറ്റാണത്. ഓക്കെ. അപ്പോൾ സ്പിരിറ്റിൻ്റെ വില അതിൽ ടാമ്പർ ചെയ്യുമ്പോൾ മദ്യ നയം വരുന്നത് വരെ കാത്തിരിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? 3 വർഷം ഫയലിൽ ഉറങ്ങിയ ആ ഒരു കാര്യം പെട്ടെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിന് പിറ്റേന്ന് പെട്ടെന്ന് ഫയലിന് ജീവൻ വയ്ക്കുകയാണ്. ഉരുപ്പിടിച്ച വാളുമായി മറഞ്ഞു നിൽക്കുന്ന ശക്തികൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. ഇവരുടെയൊക്കെ താല്പര്യങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് വി ഡി സതീശനെ ജനാഭിലാഷമനുസരിച്ച് ജനകീയ മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ ജനം മുഖ്യമന്ത്രിയാക്കിയ ഒരാളാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മേനി നടിക്കണമെങ്കിൽ ടീം വർക്കിൻ്റെ ഭാഗമായി എത്തിച്ചേരുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് ഗോൾ. അത് സാധിക്കുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ഗോൾ അടിച്ച് ക്രെഡിറ്റും കൊണ്ട് പോയി എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ വിമർശനങ്ങളും ഒറ്റയ്ക്ക് കേൾക്കേണ്ടി വരും. ഭരണപക്ഷത്ത് വരുമ്പോൾ പൂർണ്ണമായി വിഴുങ്ങുന്ന ഒരു അന്തരീക്ഷം, അതൊന്നല്ല പല വിഷയങ്ങളിൽ ഒറ്റ മാസത്തിനുള്ളിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചെമ്പ് തെളിഞ്ഞു വരികയാണോ എന്ന സംശയം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ ധീരൻ എന്ന പരിവേഷത്തോടുകൂടി പടനയിച്ച് UDF-നെ അധികാരത്തിലേറ്റിയ നേതാവ് എന്ന പരിവേഷത്തോടുകൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറ്റവും അധികം പിന്തുണ ലഭിക്കുകയും അതിലൂടെ അധികാര കസേരയിലേറുകയും ചെയ്ത നേതാവ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏറ്റവും ജനപ്രിയമായ തീരുമാനങ്ങൾക്ക് മുൻഗണന നൽകിയെടുത്ത് മുന്നോട്ട് പോയ മുഖ്യമന്ത്രി. അതിൽ എടുത്തു പറയേണ്ട എത്രയോ തീരുമാനങ്ങളുണ്ട്. അതിനുശേഷം ഒന്നൊന്നായി കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള കേസ് CBIക്ക് വിടുന്നു. അതുപോലെ തന്നെ ശക്തമായ നടപടി വേണം രക്ഷാപ്രവർത്തന വിഷയത്തിൽ എന്ന് അദ്ദേഹം ഓരോ ദിവസവും നിലപാട് കടുപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ചില തീരുമാനങ്ങൾ പുരികം ചുളിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വീര്യം കുറഞ്ഞ മദ്യ വിഷയത്തിൽ വരെ. അത് വി ഡി സതീശൻ്റെ ധീരമായ ഭരണ നിർവഹണത്തിന് തടസ്സം നിൽക്കുവാൻ ആരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നതിൻ്റെ ഫലമാണോ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വി ഡി സതീശൻ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ പല കോണിൽ നിന്നും വരുന്നുണ്ട്. നമുക്കറിയാം, ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണ വി ഡി സതീശനുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ MLA-മാരൊപ്പം ഇല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രിയായ ആളാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കപ്പെട്ടു. ബഡ്ജറ്റും മോശമല്ല എന്ന് പറയുന്നവരാണ് ഏറെയും. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ 1-2 കേസെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യവിഷയം, അതിനോടൊപ്പം തന്നെ കരിമണൽ ഖനനത്തിലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വഴി തുറക്കുന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിമർശിക്കപ്പെടുകയാണ്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? നിലപാടുകൾ അതാണല്ലോ വി ഡി സതീശനെ മുന്നോട്ട് നയിച്ച കാര്യം. ഒരു കേരള സമൂഹത്തിൽ സതീശൻ എന്ന ബ്രാൻഡ് വലിയ രീതിയിൽ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടാനുള്ള കാരണം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ്. അതെ, ഈ നിലപാടുകളൊക്കെ പ്രതിപക്ഷ നേതാവായി ഇരുന്നപ്പോൾ എടുത്ത നിലപാടുകളാണ്. അപ്പോൾ ആ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പോസിഷൻ ബ്രാൻഡാണ്. ആ ബ്രാൻഡിനെ അധികാര കസേരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതേ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഭരണത്തിലും ഉണ്ടാവും, സുതാര്യത ഉണ്ടാവും എന്നായിരുന്നു പ്രതീക്ഷ. വോട്ടൊക്കെ ആ പ്രതീക്ഷ കഥ സൂക്ഷിക്കുകയും ചെയ്യുന്നു ശ്രീ വി ഡി സതീശൻ. പക്ഷേ ചില കാര്യങ്ങൾ അത് തീരെ ചെറിയ കാര്യങ്ങളല്ല, അത് നിർണായകമാണ്, ഫണ്ടമെൻ്റലാണ്, കാതലായ വിഷയങ്ങളാണ്. കരിമണൽ ഒരു കാതലായ വിഷയമാണ്. എൻവയോൺമെൻറ്റൽ ഒരു കാറ്റസ്ട്രോഫി ഉണ്ടാകാൻ സാധ്യതയുള്ള, എന്നാൽ വിഭവ സമാഹരണത്തിന് സാധ്യതയുള്ള ഒരു വിഷയമാണ് കരിമണൽ വിഷയം. ഒരു പൊളിറ്റിക്കൽ കാറ്റസ്ട്രോഫി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. വലിയ കരിമണലിൽ തന്നെയാണല്ലോ കരിമണൽ കർത്തായുടെ ഡയറിയിൽ പേര് വന്ന, പിന്നെ അത് ആരാണെങ്കിലും, OC ഉമ്മൻചാണ്ടി ആണെങ്കിലും RC രമേശ് ചെന്നിത്തല ആണെങ്കിലും PV പിണറായി വിജയൻ ആണെങ്കിലും ഇവരൊക്കെ തന്നെ സംശയത്തിന് നിഴലിലായത് കേരളത്തിലെ ഏറ്റവും അധികം വിപണന സാധ്യതയുള്ള അല്ലെങ്കിൽ ഭാവി വികസന സാധ്യതയുള്ള ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ, അതാണ് കരിമണൽ. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, തോറിയം, ബോക്സൈറ്റ് ചേരുന്ന റെയർ എർത്ത്, റൂട്ടോയിൽ മിനറൽസാണ്. ഇതൊക്കെ ഈ കേരളത്തിൽ എത്ര, ഈ കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും തീരപ്രദേശത്ത് അത് ഉൽക്കാപതനത്തിലൂടെയൊക്കെ വന്നതാണ്, അന്യഗ്രഹത്തിൽ നിന്നൊക്കെ വന്നതാണ്. പക്ഷേ അത്
ഈ മാനവരാശിക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലല്ല. അത് കടലിൻ്റെ അടിത്തട്ടിൽ കിടപ്പുണ്ട്, കരയിലുണ്ട്. അത് ഇപ്പോൾ ആറാട്ടുപുഴ പ്രദേശം അല്ലെങ്കിൽ തണ്ണീർമുക്കം പ്രദേശം, പിന്നെ അതുപോലെ അല്ല ഇങ്ങനെയുള്ള ആ ഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ കരിമണലിൻ്റെ നല്ല സാന്നിധ്യമുണ്ട്. പിന്നെ ചേർത്തലയ്ക്ക് തെക്ക് മാരാരിക്കുളം ആ ബെൽറ്റ് അതിങ്ങ് തെക്ക് ഒരുപക്ഷെ നീണ്ടകര ചവറ വരെ ഉണ്ട്. അപ്പോൾ 2 കമ്പനികൾ, അത് പിന്നെ ചവറ റെയർ എർത്ത് ലിമിറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ കർത്തായുടെ കമ്പനി CMRL. ഈ 2 കമ്പനികൾക്കാണ് കരിമണൽ ഖനനത്തിനും പ്രോസസ്സിങ്ങിനും ഒക്കെയുള്ള റൈറ്റ് ഉള്ളത്. ഇത് വിവാദത്തിൻ്റെ നിഴലിലാണ്. അത് സ്വകാര്യ മേഖലയെ കൂടെ സംരക്ഷിച്ചുകൊണ്ടുള്ള പുതിയ നയത്തിലേക്ക് ചുവട് വയ്ക്കുകയാണോ VD സതീശൻ എന്ന സംശയമുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ VM സുധീരനെ പോലെയുള്ള പ്രകൃതി സ്നേഹികൾ, അപ്പോൾ തിരുത്തൽ ശക്തിയാണ് 2003 തന്നെ ഈ തിരുത്തൽ ഒരു സ്വരമായി പിന്നെ സുധീരൻ്റെ സ്വരം ഉയർന്നു കേട്ടതുമാണ്. കരിമണൽ ഖനനത്തിനെതിരെ അന്ന് പാരിസ്ഥിതിക ശോഷണം സംഭവിക്കുമെന്ന കണക്കിൽ വലിയ മനുഷ്യച്ചങ്ങല തീർക്കാൻ മുന്നിട്ടിറങ്ങിയ ആളുമാണ്. അപ്പോൾ ആ ഒരു വിഷയം ഇപ്പോഴും സജീവമാണ്. അതാവും ഒരുപക്ഷെ നാളുകൾ. ഇപ്പോൾ ഏറെ സംസാരിക്കുന്നത് മദ്യ വിഷയമാണ്. മദ്യ വിഷയത്തിലാണ് വീര്യം കുറഞ്ഞ. ഇതിപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ നികുതി ഈടാക്കിക്കൊണ്ട് വിപണിയിലെത്തിക്കുക എന്നുള്ളത്. അതിൽ ഇത്രയേറെ വിമർശിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. അല്ല, അത് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇത് UDF നയമുണ്ട്, UDF പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിലും UDF മൊത്തത്തിലുള്ള പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മദ്യ ഉപയോഗം നിരുത്സാഹപ്പെടുത്തും, പരമാവധി കുറച്ചു കൊണ്ടുവരും. ഇപ്പോൾ മദ്യത്തിൻ്റെ, അതായത് വീര്യം കുറഞ്ഞതോ കൂടിയതോ ആയിക്കൊള്ളട്ടെ, വീര്യം കുറഞ്ഞ ഡിസ്റ്റിൽഡ് മദ്യങ്ങൾക്ക്, അതായത് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ആ കാറ്റഗറിയിലുള്ളത് ഏത് വീര്യമായിക്കൊള്ളട്ടെ, എത്ര വീര്യമായിക്കൊള്ളട്ടെ, പരമാവധി വരാവുന്ന 42% വീര്യമാണ്, ഏറ്റവും കുറഞ്ഞത് 0.5%. ഈ ഇടയിൽ നിൽക്കുന്ന എല്ലാത്തിനും ഒറ്റ നികുതിയാണ്. LDF സമയത്തുള്ള നികുതിയാണ് 251% നികുതി. അത് വലിയൊരു വരുമാന മാർഗമാണ്. പക്ഷേ അത് LDF അതിൽ ടാമ്പർ ചെയ്തിട്ടില്ല. ഒരു പുതിയ കാറ്റഗറി LDF കൊണ്ടുവന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്. അതനുസരിച്ച് പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കാവുന്ന ഫെർമെൻറ്റേഷനിലൂടെ വരാവുന്ന മദ്യത്തിന് 75% നികുതി എന്നതായിരുന്നു ബാലഗോപാലിൻ്റെ നികുതി നിർദ്ദേശം കഴിഞ്ഞ പിന്നെ LDF സർക്കാരിൻ്റെ സമയത്ത്. അത് വേറൊരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി അല്ല ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ LDF സർക്കാരിൻ്റെ ഇപ്പോൾ പറയുന്നത് എന്താണ്, VD സതീശൻ പറയുന്നത് എന്താണ്, LDF സർക്കാർ നികുതി പ്രത്യേകമായി അഡ്ജസ്റ്റ് ചെയ്യാതെ വിട്ട ഒരു കാറ്റഗറിയെ ഞങ്ങൾ കണ്ടെത്തി അതിന് പ്രത്യേക നികുതി, അതായത് 0.5% മുതൽ 10% വരെ ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള വീര്യമുള്ള മദ്യത്തിന്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളതിന് 175%, അതെല്ലാം 251 നിന്ന് വരുത്തി കുറവാണെന്ന് ഓർക്കണം. അങ്ങനെ പറയാൻ പറ്റുമോ സാർ? ഇപ്പോൾ ബിയറിന് 116% അല്ലേ നികുതി? അപ്പോൾ ഈ കാറ്റഗറിയിലൊക്കെ വരുന്നത് മിക്കവാറും മറ്റ് മദ്യങ്ങളൊക്കെ തന്നെ ഈ 251% വിൽക്കുന്ന മദ്യങ്ങളൊക്കെ തന്നെ ഒരു എബോവ് 40% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണല്ലോ. അപ്പോൾ അല്ലാത്തതും 251% ഈ വീര്യം വളരെ കുറഞ്ഞ ബിയറിന് മാത്രമാണ് കാറ്റഗറിയാണ്. ബിയറിന് മാത്രമായിരുന്നു ആ ഒരു ബിയറിനും വൈനും, അത് മറ്റേ കാറ്റഗറിയാണ്. വൈൻ വളരെ വീര്യമുള്ള വൈനുണ്ട്, ബിയർ വളരെ വീര്യം കുറഞ്ഞാണ്. വൈൻ പല തരത്തിലുള്ള ആൽക്കഹോളിക് കണ്ടന്റുള്ള വൈനുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അതിന് വൈൻ ഒരു കാറ്റഗറി, ബിയർ ഒരു കാറ്റഗറി, മദ്യം മറ്റൊരു കാറ്റഗറിയാണ്. അപ്പോൾ ആ മദ്യം അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന ഡിസ്റ്റിലറികളിൽ നിന്നും കൊണ്ടുവരുന്ന പക്ക സ്പിരിറ്റാണത്. അപ്പോൾ സ്പിരിറ്റിൻ്റെ വില അതിൽ ടാമ്പർ ചെയ്യുമ്പോൾ മദ്യ നയം വരുന്നത് വരെ കാത്തിരിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തായിരുന്നു ധൃതി? ഈ ചടുലത. ഈ VD സതീശൻ ചടുലമായ നീക്കങ്ങൾക്ക് പ്രസിഡന്റ് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചല്ലോ, പല കാര്യങ്ങളിലും നിർണായക തീരുമാനമെടുത്തു. ഇപ്പം ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിലെ പീഡനം അനുഭവിച്ചവർക്ക് നീതി, അതായത് ഈ തല്ലിയ പോലീസുകാർക്ക് അല്ലെങ്കിൽ ഗൺമാൻമാരെ പിന്നെ കൊടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്തു കഴിഞ്ഞു ഓൾറെഡി. അത് മാത്രമല്ല ഈ UDF സമയത്ത് UDFകാരായതുകൊണ്ടല്ല, LDF സമയത്ത് പീഡനം അനുഭവിച്ച വിവിധങ്ങൾ. ഇപ്പം ഹർഷി നായുടെ വയറ്റിൽ കത്രിക പോയി, ഹർഷി നായ്ക്ക് ജോലി കൊടുത്തു അല്ലേ? നവീൻ ബാബുവിൻ്റെ മകൾക്ക് മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ മകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു.
ഒരുപാട് തിരുത്തലെന്നല്ല, ഒരു പ്രതീകാത്മകമായിട്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തു. ഇവിടെയും വളരെ പെട്ടെന്ന് തന്നെയാണ് തീരുമാനമെടുത്തത്. ഒരു ഫയൽ മൂവ്മെൻറ്റ് എത്ര ധൃതിയിലായിരുന്നു. വി ഡി സതീശൻ അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ ഫയൽ അനക്കം വെച്ചു. 2023 ക്ലോസ് ചെയ്ത ഫയലാണ്. അല്ലെ, അത് ഈ ബൊക്കാഡി കമ്പനിയിൽ നിന്നും റിക്വസ്റ്റ് വരുന്നു. അത് വാസ്തവമാണ്. അതിൽ പിന്നെ LDF പറഞ്ഞ ആരോപണം ഇത് ആരോപണമായിട്ട് തന്നെ നിൽക്കട്ടെ, എങ്കിലും അതിനകത്തൊരു വസ്തുത ഫാക്ട് ചെക്ക് ചെയ്യണമല്ലോ. റിക്വസ്റ്റ് വന്നു, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയിൽ ലേശം കുറവ് വരണം, അങ്ങനെയെങ്കിലേ വിൽപ്പന മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. അത് ന്യായമാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രഥമ ദൃഷ്ടിയ വീര്യം കുറഞ്ഞ മദ്യത്തിന് വീര്യമുള്ള മദ്യത്തിൻ്റെ അത്രയും നികുതി ചുമത്തുന്നത് ന്യായമല്ല എന്ന് വേണമെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് പറയാം. ഈ റിക്വസ്റ്റ് LDF എൻ്റർടൈൻ ചെയ്തില്ല എന്ന് ഓർക്കണം. അപ്പോൾ അത് 3 വർഷം ഫയലിൽ ഉറങ്ങിയ ആ ഒരു കാര്യം പെട്ടെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിന് പിറ്റേന്ന് പെട്ടെന്ന് ഫയലിന് ജീവൻ വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫയൽ 3 ആഴ്ച കൊണ്ട് തന്നെ 14-ാം തീയതി ഈ മാസം ജൂൺ മാസം 14-ാം തീയതി വി ഡി സതീശൻ ആ ഫയലിൽ ഒപ്പുവയ്ക്കുന്നു. എന്നിട്ട് ബജറ്റിൽ അത് കൊണ്ടുവരുന്നു. അതിനർത്ഥം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. നിർണായകമായ കാര്യമാണ്. വേണമെങ്കിൽ പറയാം, ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാം, ഒരു നയം രൂപീകരിക്കുമ്പോൾ ചർച്ച ചെയ്താൽ മതിയല്ലോ. ഓരോ ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുമത്തുമ്പോൾ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇത് കേവലം ഒരു ഉൽപ്പന്നമല്ല, ഇത് മദ്യമാണ്. മദ്യം വിഷമാണെന്ന് പറയുന്ന, മദ്യം അപകടമാണെന്ന് പറയുന്ന, ഇനി അതല്ല ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്നിനെതിരെ വലിയ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച UDFൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇത് മദ്യവും മയക്കുമരുന്നും രണ്ട് കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ആർഗ്യുമെൻറ്റ്, ദർ ഇസ് ഓൾവേസ് അനദർ സൈഡ് ടു ഇറ്റ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ലഹരിയാണ്. അത് പറയാമല്ലോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലഹരി മരുന്നും ലഹരിയാണ്, മദ്യവും ലഹരിയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു നികുതി നിർദ്ദേശങ്ങളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ കൺസേൺ പാർട്ടീസ് ആരൊക്കെയാണ്? കോൺഗ്രസിൻ്റെ ഉള്ളിൽ ചർച്ച ഉണ്ടാകണം. മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ നയത്തിൽ ഇതിൽ മാറ്റം വരുത്തണമെന്ന് പരസ്യമായി താല്പര്യപ്പെട്ടിരിക്കുകയാണ്. അത് ഇതിങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. VM സുധീരൻ കത്തയച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒന്നല്ല 3 കത്തുകൾ, 3 വ്യത്യാസ കരിമണൽ ഉൾപ്പെടെയുള്ള 3 വിഷയങ്ങൾ കത്തയച്ചുകൊണ്ട് ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. UDFൻ്റെ പ്രകടന പത്രികയിൽ പറയാത്ത ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുകയാണ്. അത് മാത്രമല്ല, KCBCയുടെ ബിഷപ്സ്, കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് അപലപിച്ചിരിക്കുകയാണ്. എന്തിന്? പാംപ്ലാനി പിതാവ് പോലും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഇത് അനഭിലഷണീയമാണ്. മാത്രമല്ല മദ്യവർജന പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇത് പല രീതിയിൽ പല ഇടങ്ങളിൽ നിന്നും വിമർശനം സ്വന്തം പാർട്ടിക്കുള്ളിൽ. അത് മാത്രമല്ല, ഉരുപ്പിടിച്ച വാളുമായി മറഞ്ഞു നിൽക്കുന്ന ശക്തികൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. ഇവരുടെയൊക്കെ താല്പര്യങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് വി ഡി സതീശനെ അഭിലാഷമനുസരിച്ച് ജനകീയ മുഖ്യമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ ജനം മുഖ്യമന്ത്രിയാക്കിയ ഒരാളാണ് വി ഡി സതീശൻ. പാർട്ടിക്ക് ജനഹിതം മാനിക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമുണ്ട്, അത് വസ്തുതയാണ്. അതേപോലെ തന്നെ ജനഹിതം സതീശന് അനുകൂലമായിരുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് സുധീരൻ ഓർക്കണം. ആകെ K മുരളീധരനും VM സുധീരനും മാത്രമേ വി ഡി സതീശന് അനുകൂലമായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹൈക്കമാൻഡിനോട് ഉള്ള കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ്. ഇവരെ K മുരളീധരനെ ഇരുട്ട് നിർത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ അറ്റോർണിയെ നിശ്ചയിച്ചത്. K മുരളീധരൻ ആരോഗ്യമന്ത്രിയാണ്, പിന്നെ അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡിന്റെ മന്ത്രി കൂടിയാണ്. ദേവസ്വം വകുപ്പിന്റെ പ്ലീഡറെ നിയമിക്കുമ്പോൾ നിയമവകുപ്പ് വി ഡി സതീശൻ, തത്വം പറഞ്ഞാൽ നിയമവകുപ്പ് വി ഡി സതീശൻ്റെയാണ്. അദ്ദേഹത്തിന് നിയമം വേണമെങ്കിൽ തീരുമാനിക്കാം. അത് ചെയ്തില്ലല്ലോ. ലിജു എക്സൈസ് മന്ത്രിയാണ്. ലിജു കൈമലർത്തുകയാണ്. എന്താണ് താങ്കൾ? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ്. വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. Cabinet is a body, it's a team runs, which functions under the captaincy of the CM or Prime Minister. ചീഫ് മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. They swim together or sink together. അതായത് ക്യാബിനറ്റിലെ ഒരു മന്ത്രി വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ സ്വരത്തിലേ എല്ലാവർക്കും സംസാരിക്കാനാവൂ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ക്യാബിനറ്റിൽ അത് വയ്ക്കാം. പക്ഷെ ക്യാബിനറ്റിൽ ഒന്നും വെച്ച ലക്ഷണമില്ല. മുന്നണി യോഗം കൂടിയിട്ടേ ഇല്ല. UDF അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ UDF യോഗം കൂടിയിട്ടില്ല. ഈ അഡ്വക്കേറ്റ് ജനറലിനെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനെയും നിയമിച്ചപ്പോഴും പുറത്തു നിന്നവർ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് എടുക്കുന്നു, എങ്ങനെ മുന്നണിയിൽ സംസാരിച്ചില്ല? മുന്നണിക്കകത്ത് പക്ഷേ അത് വലിയ ചർച്ചയായില്ല, വിവാദമായില്ല. പക്ഷേ അതിനുശേഷം ഒന്നൊന്നായി വന്നപ്പോൾ കാര്യങ്ങൾ വീണ്ടും ഇതായിക്കൊണ്ട് ഇപ്പോൾ ടീമല്ലേ UDF എന്ന് പറഞ്ഞ ടീം. UDF ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആരാണ്?
വി ഡി വി ഡി സതീശൻ. വി ഡി സതീശൻ അതെ, മെസ്സി ആവണമെങ്കിൽ ഇപ്പോൾ ഫുട്ബോളിംഗ് ലെക്സിക്കോണിൽ നിന്ന് കടമെടുത്താൽ മെസ്സി ആകണമെങ്കിൽ മെസ്സി ഓൾറെഡി 3+2 5 ഗോളുകൾ നേടി ഈ ലോകകപ്പിൽ തന്നെ 18 ഗോൾ നേട്ടവുമായി തിളക്കത്തിൽ നിൽക്കുന്നു മെസ്സി. മെസ്സി ഗോൾ സ്കോർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അർജന്റീന ഗോൾ അടിച്ചു എന്ന് പറയുന്നതല്ലേ ശരി? മെസ്സിക്ക് പന്ത് എത്തിക്കണ്ടേ? എത്ര കാലം മറിഞ്ഞ് പന്തെത്തിയതിന് ശേഷം വേണം ഗോൾ പോസ്റ്റിൽ മെസ്സിയുടെ പേരിലായിരിക്കും ഗോൾ. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം മേനി നടിക്കണമെങ്കിൽ ടീം വർക്കിൻ്റെ ഭാഗമായി എത്തിച്ചേരുന്ന തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതാണ് ഗോൾ. അത് സാധിക്കുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ഗോൾ അടിച്ച് ക്രെഡിറ്റും കൊണ്ട് പോയി എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ വിമർശനങ്ങളും ഒറ്റയ്ക്ക് കേൾക്കേണ്ടി വരും. ഒറ്റയ്ക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇച്ഛാശക്തി നല്ലതാണ്, പൂക്കിയാണ്, പൂക്കിത്തരമൊക്കെ നല്ലതാണ്. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാകും. കാരണം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആ ഒരു മുഖ്യമന്ത്രി ശരിയാണ്, നിലപാടുകൾ എടുത്തുകൊണ്ട് ആളുകളെ ആവേശത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. പക്ഷെ ആ നിലപാട് തൻ്റെ ബോധ്യങ്ങൾ യു ഡി എഫിൻ്റെ ബോധ്യങ്ങൾ കൂടിയാകണം. തൻ്റെ ബോധ്യങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചവരുടെ ബോധ്യങ്ങൾ കൂടിയാകണം. തൻ്റെ ബോധ്യങ്ങൾ ഘടകകക്ഷികളുടെ ബോധ്യങ്ങൾ കൂടിയാകണം. അപ്പോഴാണ് തൻ്റെ ബോധ്യങ്ങൾക്ക് ആഴവും പരപ്പും ഉണ്ടാവുക എന്നുകൂടി വി ഡി സതീശൻ മനസ്സിലാക്കേണ്ട സമയമാണ്. എനിക്ക് തോന്നുന്നു സർ, ഈ PM ശ്രീ വിഷയത്തിലും ഇപ്പോൾ ഉള്ളിൽ വലിയ രീതിയിൽ നീറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. PM ശ്രീ എതിർത്തതാണല്ലോ, വി ഡി സതീശനും കൂട്ടരും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തതാണ് പിണറായി വിജയനെയും ടീമിനെയും. അപ്പം അന്ന് കരാർ ഒപ്പുവെച്ചു എങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പിണറായി വിജയൻ ഇറങ്ങിപ്പോയി. ഇപ്പോൾ അന്ന് ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. അന്നറിയില്ലായിരുന്നോ? വി ഡി സതീശൻ ആകെ ഉറപ്പായിട്ടുള്ളത്, കൈമുതലായിട്ടുള്ളത് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബാണ്. അതായത് ഒരു കാര്യം വാദിച്ചു നിൽക്കാൻ വക്കീലായ സതീശൻ മേനോന് കഴിയുന്നു. അത് തീർച്ചയായും നല്ല കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്, LDF ഗവൺമെൻറ് തുടർച്ചയാണ്, UDF ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് തുടർച്ചയാണ്. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെൻറ് ഒപ്പിട്ട് പോയല്ലോ, PM ശ്രീ ഒപ്പിട്ട് പോയല്ലോ, എങ്കിൽ പിന്നെ അത് ഞങ്ങൾ നടത്തി എടുക്കാം. പക്ഷേ ഞങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ട് മടക്കില്ല, പക്ഷേ നടത്തിക്കൊണ്ട് പോകാൻ ചില സഹകരണങ്ങളാകാം. എങ്കിൽ പിന്നെ LDF അങ്ങ് സഹകരിച്ചപ്പോൾ UDF വലിയ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, സഹകരിച്ചോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ. അതെ. അപ്പോൾ UDFൻ്റെതായ ഒരു നയമുണ്ട്. ഇത് മുസ്ലിം ലീഗ് വലിയ വിഷയമായി തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. കാരണം മുന്നണിക്കുള്ളിൽ ഇപ്പോൾ മുസ്ലിം ലീഗാണ് വി ഡി സതീശനെ ഏറ്റവും അധികം പിന്തുണച്ചത് എന്നുകൂടി ഓർക്കണം. കറക്റ്റ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പള്ളക്കാടി അടി മുഴുവൻ വരുന്നത് എന്ന് മദ്യനയമാണെങ്കിലും ഈ വിഷയമാണെങ്കിലും PM ശ്രീ ആണെങ്കിലും. അപ്പം പറയുന്ന പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പറഞ്ഞത് ഭരണപക്ഷത്ത് വരുമ്പോൾ പൂർണ്ണമായി വിഴുങ്ങുന്ന ഒരു അന്തരീക്ഷം, അതൊന്നല്ല പല വിഷയങ്ങളിൽ ഒറ്റ മാസത്തിനുള്ളിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ചെമ്പ് തെളിഞ്ഞു വരികയാണോ എന്ന സംശയം. ഞാൻ വി ഡി സതീശൻ്റെ വിമർശകനൊന്നുമല്ല, ആ രീതിയിൽ വിമർശിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നും കരുതുന്നില്ല. പക്ഷേ ഇതിൽ ചില ധീരമായ നടപടികൾ എടുത്തു, പ്രതീകാത്മകമായ ചില തീരുമാനങ്ങൾ എടുത്തു, സ്വാഗതാർഹമാണ്, കയ്യടി അർഹിക്കുന്നു. പക്ഷേ അതേപോലെ തന്നെ ഒഴിവാക്കാമായിരുന്ന നിർണായകമായ കാര്യമാണ് തിരക്കിൽ ഈ PM ശ്രീയുടെ കാര്യത്തിൽ കുറച്ചുകൂടി പഠനങ്ങൾക്ക് ശേഷം മതിയായിരുന്നു, അല്ലെങ്കിൽ അതൊരു കൺസെൻസസ് എത്താൻ സമയമെടുക്കുമായിരുന്നു, ധൃതി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ മദ്യ നയം വന്നതിന് ശേഷം നികുതി ക്രമീകരിച്ചാൽ മതിയായിരുന്നു. അതുമാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംയമനം പാലിക്കണമായിരുന്നു. അത് വലിയ ആവശ്യമാണ്. അത് മാത്രമല്ല, പുത്തരിയിൽ തന്നെ കല്ലുകടി ഉണ്ടാവുന്നത് അത്ര മെനയല്ല എന്ന് തന്നെയാണ് പൊതുവേ ഉള്ള ചിന്ത. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ VM സുധീരൻ അദ്ദേഹം വിമർശനവുമായി വരുന്നു, പലരും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, സഭകൾ രംഗത്ത് വരികയാണ്. ഈ തീരുമാനത്തിൽ ഒരു പുനർവിചിന്തനത്തിന് വി ഡി സതീശൻ തയ്യാറാകുമെന്ന്, കാരണം ഇതൊരു നിർദ്ദേശമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ ആർക്കും അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം, എനിക്കൊന്ന് ഈ മദ്യനയത്തിൻ്റെ വിഷയത്തിൽ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ അദ്ദേഹം പിന്നിലേക്ക് പോയേക്കും. ഇപ്പം ന്യായം പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പറഞ്ഞൊരു ന്യായം എന്താണ്? നികുതിയൊക്കെ ക്രമീകരിച്ചു, നികുതിയൊക്കെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ നികുതിയൊക്കെ സജസ്റ്റ് ചെയ്യപ്പെട്ടു, പക്ഷേ വിൽക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അതെന്ത് വർത്തമാനമാണ്? വിൽക്കാനുള്ള ഉൽപ്പന്നത്തിനല്ലേ നികുതി തീരുമാനിക്കുന്നത്? നികുതി തീരുമാനിച്ചാൽ ആ ഉൽപ്പന്നം വിപണിയിൽ ലഭ്യമാവണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഇത് ചെയ്തു, അപ്പോൾ ന്യായം പറയാൻ വേണ്ടി പറയുന്ന ന്യായമല്ലേ? അല്ല എങ്കിൽ, വിൽക്കാനല്ലായിരുന്നുവെങ്കിൽ ഇതേക്കുറിച്ച് ഒന്നും പറയേണ്ടതില്ലായിരുന്നു. 251% നികുതിയിൽ തുടരുന്നു. പിന്നീട് ബഡ്ജറ്റിൻ്റെ ഉപധന അഭ്യർത്ഥനകളല്ലേ, മറ്റ് ബഡ്ജറ്റ് ചർച്ചകളിൽ വേണമെങ്കിൽ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാം, ആർക്കെങ്കിലും കൊണ്ടുവരാം. അത് അംഗീകരിക്കപ്പെടുന്നതാണെങ്കിൽ ഒരുപക്ഷെ ഇതൊരു നമുക്ക് ടൂറിസം വളരെ ഇതിന് മറുവശമുണ്ട്. നമ്മൾ അതുകൂടെ മനസ്സിലാക്കണ്ടേ?
ഈ മദ്യം എന്ന് പറയുന്നത്, മദ്യവർജനം, പൂർണ്ണമായ മദ്യവർജനം, കേരളമല്ല ലോകത്തെവിടെയെങ്കിലും പൂർണ്ണമായ മദ്യവർജനം നടപ്പാകുമോ? ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമല്ലേ കേരളം? കേരളം എന്ന് പറയുന്നത് നമ്മുടെ പഴയ ചേര രാജ്യമാണ്. ചേര സാമ്രാജ്യത്തിൻ്റെ കാലം 2000 വർഷം മുൻപത്തെ ആദിചേര സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ തന്നെ മദ്യപാനം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ വിശിഷ്ടമായ കേരളീയ ഉൽപ്പന്നം ഉണ്ടായിരുന്നു. 3 തരം ഈ പനംകുരുന്ന്, മറ്റേ തെങ്ങും പൂക്കല, ഇതിൽ പല കാര്യങ്ങളും കൂടെ ഒരുമിച്ചിട്ട് വാറ്റിയെടുക്കുന്ന മദ്യം മുന്നീർ വളരെ വിശിഷ്ടമായ മദ്യമായിരുന്നു എന്ന് സംഘചരിത്രത്തിൽ, സംഘകാവ്യങ്ങളിൽ, അകനാനൂറിലൊക്കെ പല ഇടത്തും പരാമർശമുണ്ട്. മുന്നീറിന് വിശിഷ്ടമായ മദ്യം. അതുപോലെ നറുംപിഴി എന്ന് പറയുന്ന സാധാരണക്കാർക്ക് ലഭ്യമാകുന്നൊരു മദ്യമുണ്ടായിരുന്നു. തേറൽ, അത് നല്ല ചാരായമാണ്, അന്നത്തെ ചാരായമാണ് തേറൽ മോന്തിക്കൊണ്ടാണ് സാധാരണക്കാർ, ആരോഗ്യത്തിന് ഹാനികരമാണ്, സംശയമൊന്നുമില്ല തേറൽ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുഗന്ധിയായ വിദേശ മദ്യം, അതായത് ആംഫോറകളിൽ, റോമൻ ആംഫോറകളിൽ കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് കേസ് മദ്യം ഉണ്ടായിരുന്നു. റോമൻ കപ്പലുകളിൽ, ബുച്ചറി പട്ടണത്ത് വന്നിറങ്ങുന്ന കപ്പലുകളിൽ ഒരുപാട് മദ്യമുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ കേരളത്തിലെ വിവിധങ്ങളായ ജനവിഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് വാസ്തവം. അത് എക്കാലത്തും ഉണ്ടായിരുന്നു. അതൊക്കെ മദ്യപാനത്തിൻ്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് ജനം അതുപോലെ ബോധവാന്മാരായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതറിയാം. അതുകൊണ്ട് ക്രമീകരണങ്ങൾ വേണം. മദ്യ ഉപയോഗം നിരുത്സാഹപ്പെടുത്തണം, പരമാവധി കുറച്ചു കൊണ്ടുവരണം. നികുതി കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? നികുതി കുറയുമ്പോൾ അവൈലബിലിറ്റി കൂടും, ഡിമാൻഡ് കൂടും, ലാഭകരമാകും. പി.ഡി. സതീശൻ പറയുന്ന കണക്കെന്താണ്? വീര്യം കൂടിയ മദ്യത്തിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ജനങ്ങൾക്ക് മാറാനുള്ള ഒന്നാന്തരം അവസരമാണ്. അങ്ങനെ സംഭവിക്കുമോ? വീര്യം കൂടിയ മദ്യം ഉപയോഗിക്കുന്നവൻ അങ്ങനെയുള്ളതേ ഉപയോഗിക്കൂ. വീര്യം കുറഞ്ഞ മദ്യം ലഭിക്കുമെങ്കിൽ അതൊരു തരം വെള്ളപൂച്ചലാണ്. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല, ബിയർ പോലെയൊക്കെ ഉള്ളൂ, നമുക്ക് ഇച്ചിരി അടിക്കാം എന്ന മട്ടിൽ ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളുകളും മദ്യപാന രംഗത്തേക്ക് വരും എന്നതാണ് അതിനർത്ഥം. അങ്ങനെ ചിലപ്പം കുറച്ച് റവന്യൂ ഉണ്ടായേക്കാം. 600 കോടിയുടെ നഷ്ടമാണ് കേട്ടോ ഈ വരുന്നത്. ഈ പറയുന്ന ഇതുപോലെ പോവുകയാണെങ്കിൽ 600 കോടി. ഇപ്പം സൗജന്യ യാത്രയ്ക്ക് വേണ്ടി പ്രിയദർശിനി ബസ്സുകളിൽ 600 കോടിയുടെ അധിക ബാധ്യതയാണ് ബഡ്ജറ്ററി സപ്പോർട്ടായി വി.ഡി. സതീശൻ എന്ന ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതേ 600 കോടി തന്നെ ഇവിടെ നഷ്ടം വരികയാണ്. അഡീഷണൽ 600 crores ബാധ്യത ഇതുകൊണ്ട് മാത്രം വരികയാണ്. ന്യായമാണ്, ചോദ്യവും ന്യായമാണ്. ഹൂ ഈസ് ദ ബെനിഫിഷ്യറി? അപ്പം അവിടെയാണ് ബൊക്കാടി കമ്പനിയാണോ ബെനിഫിഷ്യറി? ബൊക്കാടി കമ്പനിയുടെ റിക്വസ്റ്റ്, കർണാടക ബേസ്ഡ് കമ്പനിയാണ്, മദ്യ കമ്പനിയാണ്, ഡിസ്റ്റിലറീസ് ആണ്. കർണാടകത്തിൽ നിന്നും അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് 90% മദ്യവും. കേരളത്തിലേക്ക് ഡിസ്റ്റിലറികളിൽ നിന്നും മദ്യം വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ ലോബികളുടെ ഒക്കെ സമ്മർദ്ദമുണ്ട് കേരള ഗവൺമെൻറ് മുന്നിൽ. LDF ആകട്ടെ, UDF ആകട്ടെ. പണ്ട് പാലക്കാട് നമുക്കറിയാം, പാലക്കാട് പിന്നെ ഇലപ്പുള്ളിയിൽ ഇത് തുടങ്ങാനുള്ള റിക്വസ്റ്റ് നമുക്കറിയാം. അത് ഇടതുപക്ഷം ഒരുപാട് പുലിവാല് പിടിച്ചതുമാണ്. ഇതെല്ലാം തന്നെ പൊതുമണ്ഡലത്തിലുള്ള കാര്യമാണ്. അപ്പം ഈ റിക്വസ്റ്റ് നേരത്തെ ഉണ്ട്, ഇടതുപക്ഷത്തിന് സമയത്തേ ഉണ്ട്, അവർ അനുവദിച്ചില്ലല്ലോ. പക്ഷേ അതേ റിക്വസ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ ബൊക്കാടി കമ്പനി പ്രതിപക്ഷ നേതാവ്, പിന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബൊക്കാടി കമ്പനിയുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ആ കമ്പനിയുടെ താല്പര്യപ്രകാരം റിക്വസ്റ്റ് അനുസരിച്ച് വി.ഡി. സതീശൻ വ്യക്തിപരമായി ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. വ്യക്തിയെയാണ് ആക്രമിക്കുന്നത്. UDFൻ്റെ നയങ്ങളെ മാത്രമല്ല, വ്യക്തിയെ തന്നെ ആക്രമിച്ചിരിക്കുകയാണ്. കാരണം വി.ഡി. സതീശൻ കഴിഞ്ഞ മാർച്ച് മാസം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മാർച്ച് മാസം പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും അധികം ഈ ചർച്ചകളിലൊക്കെ മുന്നോട്ട് വരുന്നത്. എന്താണ്? ഇത് അഴിമതി. LDFനെ നോക്കി പറയുകയാണ് അഴിമതിയാണ്. 75% മദ്യനികുതി ചുരുക്കിയതിന്, പഴവർഗത്തിൽ നിന്ന് മദ്യം ഉണ്ടാക്കുന്നതിന് 75% വ്യക്തി അത് അഴിമതിയാണ് എന്ന് പറഞ്ഞ വി.ഡി. സതീശൻ സ്പിരിറ്റ് 251% നിന്നും 120 കുറയ്ക്കുമ്പോൾ അത് അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കും? പ്രതിപക്ഷ മറുപടി ഉടനെ വരും, നിയമസഭയിൽ തന്നെ മറുപടി വരുമെന്നാണ് കേൾക്കുന്നത്. സതീശന്റെ കർണാടക യാത്ര, സതീശന്റെ കർണാടക യാത്ര മൂകാംബിക പോയതാണെന്നാണ് പൊതുവേ. മൂകാംബിക പോകാൻ വെളുപ്പാങ്കാലത്ത് സമയം അതായിരിക്കും നല്ലത്. മെയ് 1-ാം തീയതി വി.ഡി. സതീശൻ നിഗൂഢമായി അങ്ങ് ആബ്സെൻ്റ് ആകുകയാണ് കൊച്ചിയിൽ നിന്നും. ഇവിടെ മൂകാംബികല്ലോ, മംഗലാപുരത്ത് വെളുപ്പിന് 2 മണിയാകുമ്പോൾ എത്തുകയാണ്. ആരെ കണ്ടു, ആരെ കാണാനാണ് തിടുക്കത്തിൽ വെളുപ്പിന് തിരിച്ചെത്തി. ഫ്ലൈറ്റിൽ പ്രത്യേക വിമാനത്തിലാണ്. ആരുടെ വിമാനം? ചോദ്യമാണ്. ആരുടെ താല്പര്യം? എന്തായിരുന്നു ഡീൽ? എന്തായിരുന്നു യാത്രയുടെ ഉദ്ദേശം? അതിപ്പോഴും പൊതുമണ്ഡലത്തിൽ വന്നിട്ടില്ല. വി.ഡി. സതീശൻ്റെ വിശദീകരണം ആ രൂപത്തിൽ വന്നിട്ടില്ല. ന്യായമായ സംശയങ്ങൾ ഉണ്ടാകാം. കാരണം അത് ഏതെങ്കിലും സ്പിരിറ്റ് ലോബിയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുക്കാനാണോ, അതോ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണത്തിന് സഹായിക്കാൻ ഏതെങ്കിലും വൻ ശക്തികൾ, മറഞ്ഞിരിക്കുന്ന ശക്തികൾ. ഇപ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി പുതിയ മുഖ്യമന്ത്രിയാണ്. സിദ്ധാരാമയ്യ മാറി
ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി. അദ്ദേഹം എല്ലാ ഡീലിൻ്റെ ആളാണ്, മാൻ ഓഫ് ഓൾ ഡീൽസ്. ആൾ ഭരിക്കുന്ന കർണാടകത്തിൽ ആ കർണാടക ബന്ധമൊക്കെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് CPM ആരോപിച്ചാൽ അത് ആരോപിക്കാനുള്ള അവസരം നൽകി വടി കൊടുത്തത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ. എന്തിന് വടി കൊടുത്തു? ഇത് ഒഴിവാക്കാമായിരുന്നതല്ലേ? ന്യായമായ ചോദ്യം. ആരോപണം ഉന്നയിക്കാനൊക്കെ കൊള്ളാം, പക്ഷേ തെളിയിക്കാനൊക്കുന്ന കാര്യമല്ല. ഒരു തെളിവും കൊടുത്തിട്ടില്ല. VD സതീശൻ പണം വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇപ്പം നമ്മൾ ക്രിക്കറ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഒരു ബൗളർ അമ്പയറോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, കാലിൽ പന്ത് കൊണ്ടിരിക്കുന്നു, LBW, ഹൗ ഇസ് ദാറ്റ്? അല്ലെ നിക്കുണ്ടോ, കീപ്പർ പിടിച്ചു. ചോദിക്കാം. പ്രതിപക്ഷത്തിന് ജോലിയെ ചോദിക്കുക എന്നുള്ളതല്ലേ? VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് ചോദിക്കുന്നു. അതാണ് ആ ചോദ്യത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് ഒഴിവാക്കാമായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ആകെ തകർന്ന് തരിപ്പണമായി പാർട്ടിക്കുള്ളിൽ പോലും ഒട്ടേറെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ. അതിനിടയിലാണ് ചത്തുമലച്ച് കിടന്ന CPMന് VD സതീശൻ ഇങ്ങനെ ആയുധം കൊടുക്കാൻ പാടുണ്ടായിരുന്നോ എന്ന ചോദ്യം കൂടി പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടുത്തരവാദിത്വം അനിവാര്യമാണ് എന്ന അഭിപ്രായം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വകുപ്പ് മന്ത്രിയോട് ആലോചിക്കാം, അത് വേണ്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പാർട്ടിയിൽ ആലോചിക്കേണ്ടതുണ്ട്, UDFിൽ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ മുന്നണിയെ ഒന്നടങ്കം ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ എന്ന അഭിപ്രായത്തിന് ഇപ്പോൾ വെയിറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലൊക്കെ തന്നെ എന്ന് പറയാതിരിക്കാനും സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ഘട്ടത്തിലൊക്കെ ആയിരിക്കും നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇത് തുടക്കത്തിൽ ഇത്തരത്തിലുള്ള കല്ലുകടി ഒഴിവാക്കാമായിരുന്നു. ആദ്യമെടുത്ത, അതായത് മികച്ച ഒരു സ്റ്റാർട്ട് അദ്ദേഹത്തിൻ്റെ സർക്കാരിന് നേടിയെടുക്കാൻ സാധിച്ച ആ ബ്ലോക്കിൽ നിന്നുള്ള ഒരു കുതിപ്പുണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്നുള്ള ഒരു കുതിപ്പ് ഗംഭീരം തന്നെയായിരുന്നു. കാരണം തുടക്കത്തിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെയുള്ള പല കേസുകളിലും ജനങ്ങൾ ആഗ്രഹിച്ച തീരുമാനങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇനിയും മുന്നോട്ട് പോകണം. ഈ സർക്കാരിനെ 10 വർഷത്തിന് ശേഷം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയതാണ്. ആ പ്രതീക്ഷ തകർക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ തമ്മിലടിച്ചുകൊണ്ട് ഒരു ദിശാബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് UDF സർക്കാർ പോകരുത് എന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.